ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെയും അല്ലാതെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസാണ് കേട്ടോ. നന്നായിട്ട് കുതിർത്തിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ അതൊരു സൈഡിൽ മാറ്റി വെച്ചേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, ഇത് എല്ലാം പാടാണ് കേട്ടോ. എന്നിട്ട് ഒരു കുക്കറിൽ നമ്മൾ ആദ്യം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, തക്കാളിയും പച്ചമുളകും കറിവേപ്പും മല്ലിച്ചപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇനി പേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തത് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലാവണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കണ്ട്, അതായത് ഗ്രീൻ പീസ് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒരു 4 വിസിലൊക്കെ വരുന്നവരെ ഒന്ന് കൂക്കിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുകൊന്ന് പൊട്ടിക്കുക. അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഈ ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ, അതയക്കുന്ന ആ വെള്ളത്തോടൊക്കെ തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് കുറച്ച് കടല എന്ത് ചെയ്യുക, നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം അതൊന്ന് മിക്സിൻ്റെ ജാറിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റും പിന്നെ എന്താ പറയുക, ഒന്നുകൂടെ തിക്കായിട്ട് കറി കിട്ടാൻ ഇത് നല്ലോണം ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ അതാ ഇത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം ആ ടൈം കൊണ്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഈ പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ കുക്കാവൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഈ കടലയും എല്ലാം വേവിച്ചെടുത്തതാണ്, വെന്തതാണ്. പക്ഷേ ഈ കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റൊക്കെ അടച്ച് വെക്കുമ്പോഴത്തേന് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ കറി. കടലക്കറി ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിൽ പാളിപ്പോവോ ഫ്ലോപ്പ് ആവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്താൽ മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലും അത് ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ലൊരു പാകത്തിനൊരു തിക്നെസ്സിലൊന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. കാരണം ഇനി ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ അത് കട്ടിയിൽ വരും കേട്ടോ. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ടേസ്റ്റിലൊന്നും. വേറൊരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കുന്നില്ല, വേറെ മസാലാസും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.